മലബാർ റിവർ ഫെസ്റ്റിന്റെ ഭാഗമായി അരങ്ങേറുന്ന രാജ്യാന്തര വൈറ്റ് വാട്ടർ ചാമ്പ്യൻഷിപ്പിന് വിളംബരമറിയിച്ച് വർണ്ണാഭമായ ഘോഷയാത്രയോടെയും കയാക്കന്മാർക്കുള്ള സ്വീകരണവും മലയോര മണ്ണിൽ ആവേശമായി. വിവിധ രാജ്യങ്ങളിലെയും സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ, ദേശീയ, അന്തർദേശീയ കയാക്കിംഗ് താരങ്ങൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, SPC NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ടൂറിസം ക്ലബ്, വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ അണിനിരന്ന വർണ്ണാഭമായ ഘോഷയാത്ര കോടഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച നഗരം ചുറ്റി സർക്കിളിൽ സമാപിച്ചു. ബാൻഡ് വാദ്യമേളവും ദേശീയവും അന്തർദേശീയവുമായ കയാക്കിംഗ് താരങ്ങളുടെ നൃത്തപ്രകടനവും ഘോഷയാത്രയെ ധന്യമാക്കി. കൃഷിവകുപ്പ് മന്ത്രി T. സിദ്ദീഖ് ഫ്ളാഗ് ഓഫ് ചെയ്ത് വിളംബര ജാഥ ഉദ്ഘാടനം ചെയ്തു. വൈറ്റ് വാട്ടർ റിവർ ഫെസ്റ്റ് മലബാറിലെ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളിലേക്ക് ഉയർത്തിയിരിക്കുകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇറ്റലിയിൽ നിന്ന്, റഷ്യയിൽ നിന്ന്, ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന്, മലേഷ്യയിൽ നിന്ന്, നേപ്പാളിൽ നിന്ന്, ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് നിരവധിയായിട്ടുള്ള കയാക്കേഴ്സ് കോടഞ്ചേരിയിൽ ക്യാമ്പ് ചെയ്ത് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ നാടിനെ ഉണർത്തി മുന്നോട്ട് പോവുക. ഈ ഉത്സവത്തിന്റെ ജനകീയതയാണ് ഇതിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള മുഖം. ആ ജനകീയത കൂടുതൽ ഊഷ്മളമാക്കുവാനും അഡ്വഞ്ചർ സ്പോർട്സിന്റെ എല്ലാ താളവും ലയവും അതിന്റെ വൈകാരികതയും അതിന്റെ മാനസിക സ്പിരിറ്റും തലവും ഒക്കെ നല്ല രീതിയിൽ സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് ഈ മത്സരത്തിന് നേതൃത്വം കൊടുക്കാൻ പ്രിയപ്പെട്ട ശ്രീ CK കാസിമിനും സഹപ്രവർത്തകന്മാർക്കും അസോസിയേഷനും എല്ലാവർക്കും ഗ്രാമപഞ്ചായത്തുകളും ജില്ലയും ബ്ലോക്കും എല്ലാവരും ഒരു നിരയായി കയാക്കിങ്ങിന്റെ ബ്രാൻഡ് അംബാസഡർമാരായി ഇവിടെ അതിന്റെ വിദ്യുത് തരംഗം പോലെ പ്രവഹിച്ച് നിൽക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. തിരുവമ്പാടി MLA CK കാസിം അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട MLA-യുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അതിർത്തിയാണ് കൽപ്പറ്റ. നമ്മുടെ അതിർത്തി പങ്കിടുന്ന MLA കൂടിയാണ് ബഹുമാനായ നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി. നമ്മുടെ എല്ലാ വിവരങ്ങളും അറിയുന്ന, നമ്മൾ കൃത്യമായി അറിയുന്ന പ്രിയപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ T. സിദ്ദീഖ്. അദ്ദേഹത്തിന്റെ മണ്ഡലവുമായി അതിർത്തി പങ്കിടുന്ന നമ്മുടെ ചുരത്തിന്റെ ഗേറ്റ്വേ മുതൽ നമ്മുടെ താഴോട്ടിറങ്ങിയേക്കാൾ നമ്മൾ വിഭാവനം ചെയ്യുന്ന എന്റർടൈൻമെന്റ് സിറ്റി, അതോടൊപ്പം തന്നെ നമ്മുടെ വെള്ളരിമല, തുഷാരഗിരി, അതോടൊപ്പം തന്നെ എക്കോ ടൂറിസം വനപർവ്വങ്ങൾ കൂർപ്പാടിയിലെ, അതോടൊപ്പം തന്നെ നമ്മുടെ തിരുവമ്പാടിയിലെ പതങ്കയും, അതോടൊപ്പം തന്നെ അരിപ്പാറ, കൂടറങ്ങി പഞ്ചായത്തിൽ കക്കാടംപോയില്, കോഴിപ്പാറ, അതോടൊപ്പം തന്നെ കുരിശുമല തുടങ്ങിയ പൂവാർത്തോട് തുടങ്ങിയ പ്രദേശങ്ങൾ, കൂടറങ്ങിയും മുക്കവും കാരശ്ശേരിയും ചേർത്ത് പിടിച്ചാൽ നമ്മുടെ ഇരുവഞ്ചിപ്പുഴയുമായി ചേർന്ന് നിൽക്കുന്ന ഒട്ടനവധി ടൂറിസം ഡെസ്റ്റിനേഷനുകൾ, നമ്മുടെ അതിർത്തി ജില്ലയായിട്ടുള്ള മലപ്പുറം ജില്ലയുമായി ചേർന്ന് നിൽക്കുന്ന കൊടിയത്തൂർ പഞ്ചായത്തിന്റെ ചാലിയാർ പുഴയും അതിന്റെ തീരങ്ങളും ഒക്കെ അടങ്ങുന്ന ഏറ്റവും നയനമനോഹരമായ വിദേശ ടൂറിസ്റ്റുകൾക്ക് പോലും ഒരു പ്രാവശ്യം കൂടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും തുടർച്ചയായി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഇനിയുള്ള 3 പകലുകൾ കിഴക്കൻ മലയോര പുഴകളിൽ ജലോത്സവത്തിന്റെ വർണ്ണനിലാവ് പെയ്തിറങ്ങുകയായി. പാറക്കെട്ടുകളെ തലോടി പതഞ്ചൊഴുകുന്ന നീലിമ വിടർത്തിയ വെള്ളത്തിന്റെ വർണ്ണചാരുതയിൽ ചാലിപ്പുഴയിലും പുലിക്കേത്തും കയാക്കിംഗ് താരങ്ങളുടെ പരിശീലനവും അക്ഷരാർത്ഥത്തിൽ കാണികൾക്ക് കൺകുളിർമയായി. ആർത്തട്ടഹസിക്കുന്ന മലയോരത്തിലെ ജലാശയങ്ങൾക്കൊപ്പം കായിക താരങ്ങളുടെ ആരവങ്ങളും അനുരണമായതോടെ മലയോര മണ്ണിന് കാഴ്ചകളുടെ പുതിയ വസന്തമാണ് പുലിക്കേവും ചാലിപ്പുഴയും ഇരുവഴിഞ്ഞിപ്പുഴയും തീർക്കുന്നത്. മുഖ്യ മത്സരങ്ങൾക്ക് വെള്ളിയാഴ്ചയാണ് താരപ്പടയിൽ അന്താരാഷ്ട്ര പ്രമുഖ താരങ്ങളുടെ സാന്നിധ്യവും. മൺസൂൺ ശക്തിപ്പെട്ടതിലൂടെ പുഴകളിൽ ആവശ്യത്തിനുള്ള ജലവിധാനവും മലബാർ റിവർ ഫെസ്റ്റിന് ഇക്കുറി കൂടുതൽ വർണ്ണാഭമാകുകയായി. ഘോഷയാത്രയ്ക്ക് CK കാസിം MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹനൻ, കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അന്നക്കുട്ടി ദേവസ്യ, അംബിക മംഗലത്ത്, ജിതിൻ പല്ലാട്ട്, അലക്സ് തോമസ്, ബിനു കുര്യക്കോസ്, പോൾസൺ അറക്കൽ, അജു എമ്മാനുവൽ, റിയാന സുബൈർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്ലാലോം, ബോട്ടക്രോസ്, ഡൗൺ റിവർ
എന്നീ മത്സരങ്ങളാണ് പുലിക്കേത്ത് ചാലിപ്പുഴയിലും നടക്കുന്നത്. അതേസമയം വേഗരാജ്, വേഗറാണി ജേതാക്കളെ തെരഞ്ഞെടുക്കുന്ന സൂപ്പർ ഫൈനൽ മത്സരമായ ഡൗൺ റിവർ എന്നീ വിഭാഗങ്ങളിലെ മത്സരങ്ങൾ പുല്ലൂരാപ്പാറ, ഇരുവഴിഞ്ഞിപ്പുഴ, ഇലന്തുകടവിലാണ് നടക്കുന്നത്. ഉണ്ണിച്ചേക്കു, ടുഡേ ന്യൂസ്, മുക്കം.